ഹായ് എവരിവൺ, ഡോക്ടർ ഷിഹാബ് ആഡ്കറാണ്. ഇന്ന് നിങ്ങളുടെ വയറിലെ കൊഴുപ്പ്, അതായത് ബെല്ലി ഫാറ്റ്, എങ്ങനെ ഘട്ടം ഘട്ടമായി കുറയ്ക്കാമെന്ന് നോക്കാം. അതിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി നിങ്ങൾ ദിവസത്തിൽ 3 നേരം മാത്രം ഭക്ഷണം കഴിക്കുക. ദിവസം മുഴുവൻ ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കാതിരിക്കുക. കാരണം ഓരോ തവണയും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ ലെവൽ ഉയരുന്നുണ്ട്. അപ്പോൾ ഇൻസുലിൻ ലെവൽ കൂടുതലാകുമ്പോൾ ഫാറ്റ് ബേണിംഗ് സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദിവസത്തിൽ 3 നേരം മാത്രം ഭക്ഷണം കഴിക്കുക. ഇടയ്ക്ക് ഒന്നും കഴിക്കാതിരിക്കുക. ഇടയ്ക്ക് നിങ്ങൾ വിശക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഈ 3 നേരത്തെ ഭക്ഷണത്തിൽ കാഭാഗത്തോളം പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടെ വിശപ്പ് അനുഭവപ്പെടുകയില്ല. അടുത്തതായി ഈ സ്നാക്കിംഗ് പൂർണ്ണമായി ഒഴിവാക്കുക. ഇതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ അടിസ്ഥാന തത്വം തന്നെ. നിങ്ങൾ ഒരു 5-6 നേരം ചെറിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഭക്ഷണങ്ങൾക്കിടയിൽ സ്നാക്കുകൾ കഴിക്കുന്നതും ഇൻസുലിൻ നിരന്തരം ഉയർന്ന നിലയിൽ ആകാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഇടയ്ക്കിടെ കഴിക്കുന്ന ഈ സ്നാക്കിംഗ് ഒഴിവാക്കുക. ഭക്ഷണങ്ങൾക്കിടയിൽ വലിയ ഇടവേള നൽകുകയും ചെയ്യാം. അടുത്തതായി പ്രോട്ടീനാണ്. ഓരോ നേരവും നിങ്ങളുടെ ശരീര വലിപ്പം പ്രവർത്തനശേഷിയും അനുസരിച്ച് പ്രോട്ടീൻ ആവശ്യമാണ്. അതായത് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഒരു പ്ലേറ്റിൻ്റെ 4/1 ഭാഗത്തോളം പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. എന്നാൽ പ്രോട്ടീൻ അമിതമായി നിങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല. കാരണം അമിതമായി കഴിക്കുന്ന പ്രോട്ടീനും ഇൻസുലിൻ ഉയർത്താം. ഇനി സാധാരണയായി ഈ മീൻ, മുട്ട, അതുപോലെ തന്നെ ചിക്കൻ, മാംസങ്ങൾ ഇവയൊക്കെ മിതമായ അളവിൽ കഴിക്കാം. അടുത്തതായി ദിവസവും 7 മുതൽ 10 കപ്പ് വരെ പച്ചക്കറികൾ കഴിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരീരത്തിൽ നിന്ന് കൊഴുപ്പ് പുറത്തു വരുമ്പോൾ അത് ആദ്യം കരളിലൂടെ കടന്നു പോകണം. പച്ചക്കറികൾ ഈ കരളിനെ സംരക്ഷിക്കുന്നു, അതുപോലെ തന്നെ പൊട്ടാസ്യം നൽകുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതിനാൽ തന്നെ നിങ്ങൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും ആദ്യം നിങ്ങൾ പച്ചക്കറികൾ വലിയ ഒരു അളവിൽ കഴിക്കുക. അതിനുശേഷം ചെറിയ അളവിൽ പ്രോട്ടീനും കഴിക്കുക. ഇനി പഞ്ചസാര പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇത് വെറും മധുര പലഹാരങ്ങൾ മാത്രമല്ല, ഇതിൽ ഉൾപ്പെടുന്നതാണ് ബ്രെഡ്, റസ്ക്, ബിസ്ക്കറ്റ്, ക്രാക്കറുകൾ, വേഫറുകൾ, അതുപോലെ തന്നെ കേക്കുകൾ, മഫിൻസുകൾ, മദ്യം ഇവയെല്ലാം തന്നെ ശരീരത്തിൽ പഞ്ചസാരയായി മാറുന്നുണ്ട്. അതിനാൽ ഇവയെല്ലാം തന്നെ ഉപേക്ഷിക്കേണ്ടതാണ്. അടുത്തതായി ആരോഗ്യകരമായ കൊഴുപ്പുകൾ, ഹെൽത്തി ഫാറ്റ്സ്. പലർക്കും കൊഴുപ്പ് കഴിക്കാൻ പേടിയാണ്. പക്ഷേ ആരോഗ്യകരമായ കൊഴുപ്പ് കഴിക്കുന്നത് നിങ്ങളുടെ വിശപ്പ് കുറയ്ക്കാനും അടുത്ത ഭക്ഷണം വരെ നിങ്ങൾക്ക് വിശക്കാതെ ഇരിക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ അത് നിങ്ങളെ ഇടയ്ക്കിടെയുള്ള സ്നാക്കിങ് കുറയ്ക്കാനും ഇൻസുലിൻ ഉയരാതിരിക്കാനും സഹായകരവുമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ഫാറ്റ് കഴിക്കുക. അതായത് ബദാം, അതുപോലെ തന്നെ വാൽനട്ട്, നിലക്കടല ഇവയൊക്കെ കഴിക്കുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ ചിയ സീഡുകൾ, ഫ്ലാക്സ് സീഡുകൾ എന്നിവയൊക്കെ omega-3 ഫാറ്റി ആസിഡുകളുടെ കലവറയാണ്. ഇവയൊക്കെയും കഴിക്കാവുന്നതാണ്. മറ്റൊരു ഹെൽത്തി ഫാറ്റാണ് അവോക്കാഡോ എന്നുള്ളത്. ഇത് അവോക്കാഡോ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊഴുപ്പ് കൂട്ടാനും സഹായിക്കുന്ന ഭക്ഷണമാണ്. അതുപോലെ തന്നെ മീനുകൾ, അയല, മത്തി ഇവയിലൊക്കെ omega-3 ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചെറിയ അളവിൽ, മിതമായ അളവിൽ ഒലിവ് ഓയിൽ, വെളിച്ചെണ്ണ ഇവയൊക്കെ ഉപയോഗിക്കാവുന്നതുമാണ്. ഇനി കൊഴുപ്പ് കുറയുന്നത് വേഗത്തിലാകാൻ ശരീരത്തിലെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിന് വേണ്ട പൊട്ടാസ്യം ലഭിക്കാനായി ധാരാളം പച്ചക്കറികൾ കഴിക്കാവുന്നതാണ്. അടുത്തതായി ആപ്പിൾ സിഡർ വിനെഗർ കഴിക്കുക. ഇതിലുള്ള അസറ്റിക് ആസിഡ് നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാനും അത് പ്രമേഹ രോഗികൾക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായകമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭക്ഷണശേഷം 1 ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലർത്തി കഴിക്കാവുന്നതാണ്. അടുത്തതായി കഴിക്കേണ്ടതാണ് വൈറ്റമിൻ ബി, പ്രത്യേകിച്ച് വൈറ്റമിൻ B1. ഇത് ഇൻസുലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. ഇത് സൺഫ്ലവർ സീഡ്സ്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ്, പിസ്റ്റാച്ചിയോ, അതുപോലെ തന്നെ പരിപ്പുകൾ, സോയാബീൻസ്, ബ്രൗൺ റൈസ്, ഓട്സ്, ഗ്രീൻ ബീൻസ് ഇവയിലൊക്കെ ധാരാളം വൈറ്റമിൻ B1 അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയും കഴിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം ചെയ്യേണ്ടത് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്. അതായത് വളരെ ചെറിയ ഒരു സമയം കൊണ്ട് വളരെ തീവ്രമായ ഒരു വ്യായാമം ചെയ്യുക, തുടർന്ന് വിശ്രമം ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗ്രോത്ത് ഹോർമോൺ വരും. അത് കൊഴുപ്പ് നിങ്ങളുടെ ശരീരത്തിലെ ഫാറ്റ് ബേണിംഗ് വേഗത്തിലാക്കുകയും ചെയ്യും.
അടുത്ത കാര്യം ചെയ്യേണ്ടത് നിങ്ങൾ കൂടുതലായി ഉറങ്ങുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാറ്റ് ബേണിങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഉറക്കമാണ്. കാരണം ഉറക്കത്തിൻ്റെ ഇടയിലാണ് ഗ്രോത്ത് ഹോർമോൺ കൂടുതലായി നിർമ്മിക്കപ്പെടുന്നത്. ഗ്രോത്ത് ഹോർമോൺ നിങ്ങളുടെ ഫാറ്റ് ബേണിങ്ങിനെ സഹായിക്കുകയും ശരീരം പുനർനിർമ്മിക്കുകയും മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ സ്ഥിരമായി നന്നായി ഉറങ്ങുന്നത് പോലും നിങ്ങളുടെ ഫാറ്റ് ബേണിങ്ങിന് സഹായകരമാണ്. അടുത്തതാണ് റിക്കവറി. വ്യായാമം ചെയ്ത ശേഷം ശരീരത്തിന് വേണ്ടത്ര വിശ്രമം ലഭിക്കണം. ദിവസവും കഠിനമായി നിങ്ങൾ വ്യായാമം ചെയ്യേണ്ടതില്ല. നിങ്ങൾ അമിതമായി വ്യായാമം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഉയരുകയും അതുപോലെ തന്നെ ഫാറ്റ് ബേണിങ് തടയുകയും ഫാറ്റ് ബേണിങ്ങിന് പകരം നിങ്ങളുടെ മസിൽസ് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ വ്യായാമങ്ങൾ, തീവ്രമായ വ്യായാമങ്ങൾ ഒഴിവാക്കുക. ഇനി അടുത്തതായി നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. ആദ്യമായി ഉറക്കക്കുറവ്. നേരത്തെ പറഞ്ഞു, ഉറക്കമില്ലെങ്കിൽ നിങ്ങളുടെ ശരീരഭാരം കുറയുകയില്ല. അതുകൊണ്ട് തന്നെ ഉറക്കം മെച്ചപ്പെടുത്തുക. അടുത്തത് വയർ വീർക്കുന്ന ഒരവസ്ഥ ചിലർക്കുണ്ടാകും, ബ്ലോട്ടിങ്. ചില പച്ചക്കറികൾ അല്ലെങ്കിൽ നട്ട്സുകൾ കഴിക്കുമ്പോൾ വയർ വീർക്കുന്നുണ്ടെങ്കിൽ അത് തൽക്കാലത്തേക്ക് അവ മാറ്റിവെക്കുക. നിങ്ങളുടെ ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ഇനി ഹോർമോൺ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഈസ്ട്രജൻ കൂടുതലാകുന്നത്, നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആകുന്നു, ഇവയൊക്കെ ഭാരം കുറയുന്നത് തടയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവ ഒരു ഡോക്ടറുടെ സഹായത്തോടുകൂടെ ഇവ ബാലൻസ് ചെയ്യേണ്ടതാണ്. അടുത്തതായി മാനസിക സമ്മർദ്ദം. നിങ്ങളുടെ കോർട്ടിസോൾ ഉയരുമ്പോൾ വയറിലെ കൊഴുപ്പ് കുറയുകയില്ല. അതിനാൽ തന്നെ നിങ്ങൾ കൂടുതലായി ആങ്സൈറ്റികൾ നൽകുന്ന വാർത്തകൾ കുറച്ച് കാണുക. സമ്മർദ്ദം നൽകുന്ന ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. സ്ഥിരമായി നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വിശ്രമം നേടുകയും ചെയ്യുക. ഇനി മറ്റൊരു ഒഴിവാക്കേണ്ട കാര്യമാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, അജിനോമോട്ടോ എന്ന് പറയുന്നത്. ഇത് പല പാക്കറ്റ് ഭക്ഷണങ്ങളിലും ഫാസ്റ്റ് ഫുഡുകളിലും കാണപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ലേബലുകൾ വായിച്ച് അതിന് ശേഷം മാത്രം ഭക്ഷണം, ഇവയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ആ ഭക്ഷണം തിരഞ്ഞെടുക്കുക. മറ്റൊരു ഒഴിവാക്കേണ്ട ഒരു സംഗതിയാണ് റെസ്റ്റോറൻറ്റ് ഭക്ഷണം. റെസ്റ്റോറൻറ്റുകളിൽ നിങ്ങളറിയാതെ തന്നെ നേരത്തെ പറഞ്ഞ MSG, അതുപോലെ തന്നെ ഹിഡൻ പഞ്ചസാരകൾ, മോശം എണ്ണകൾ, ഡെസേർട്ടുകൾ, മദ്യം, ഇവയെല്ലാം ഉണ്ടാകും. അതിനാൽ തന്നെ നിങ്ങൾ പതിവായി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ ഭാരം കുറയുന്നത് തടയുക തന്നെയും. അതിനാൽ അവയും ഒഴിവാക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ് അമിതമായി വ്യായാമം അധികമായി പരിശീലിക്കുന്നത് നല്ലതല്ല. വിശ്രമമില്ലാതെ വ്യായാമം ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഉയരുകയും നിങ്ങളുടെ പേശികൾ നഷ്ടപ്പെടുകയും ചെയ്യും. അത് നിങ്ങളുടെ ഫാറ്റ് അതേസമയം കുറയുകയുമില്ല. ഇനി ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യമാണ് മലബന്ധം. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമോ ഒക്കെ മലവിസർജനം ഉണ്ടാകുന്നെങ്കിൽ അത് ഗുരുതരമായ മലബന്ധം ആണ്. ഇത് ഭാരം കുറയുന്നത് തടയുക തന്നെയും. അതിനാൽ തന്നെ ഇത് നിങ്ങളുടെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങളുടെ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനായി ദിവസം 3 നേരം മാത്രം ഭക്ഷണം കഴിക്കുക, സ്നാക്കിങ് ഒഴിവാക്കുക, പഞ്ചസാരയും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളും ഒഴിവാക്കുക, ധാരാളം പച്ചക്കറികൾ കഴിക്കുക, നല്ല ഹെൽത്തി ഫാറ്റ് ഉൾപ്പെടുത്തുക, ഉറക്കം മെച്ചപ്പെടുത്തുക, സ്ട്രെസ് ലെവൽ കുറയ്ക്കുക, അതുപോലെ തന്നെ ഭക്ഷണത്തിനിടയിൽ നല്ല സമയം പാലിക്കുക, സ്ഥിരമായി വ്യായാമം ചെയ്യുക, മലബന്ധം പരിഹരിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ഥിരമായി ചെയ്താൽ നിങ്ങളുടെ വയറ്റിലെ കൊഴുപ്പ് കുറയുവാൻ തുടങ്ങും.